വളരെ ശക്തമായ ഭാഷയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചിട്ടുള്ളത്. പുകഞ്ഞ കൊള്ളി പുറത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന്. ആ ബ്രഹ്മാസ്ത്രം എന്തായിരിക്കും എന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ഈ ഓൺലൈൻ യോഗത്തിന് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ? മോദി, രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്നുള്ളത് തന്നെയാണ് ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. രാഹുലിനെതിരെ സസ്പെൻഷൻ എന്ന നടപടി കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പൊതുനിലപാട്. ആ ഒരു നിലപാടിലേക്ക് രാഹുലിനെ ഇതുവരെയും സംരക്ഷിച്ചിരുന്ന നേതാക്കൾ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇനിയിപ്പോൾ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നടപടി ഉണ്ടാകും. ആ നടപടി എപ്പോൾ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ആ നടപടി ഒരുപക്ഷെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടി അടക്കം പാർട്ടിയുടെ ഭാഗമല്ല രാഹുൽ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് നേതൃത്വം എപ്പോഴെത്തും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. KPCC പ്രധാനപ്പെട്ട നേതാക്കൾ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ചേർന്ന ശേഷമായിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാകുക. ഓൺലൈനായി യോഗം ചേരണം എന്നുള്ള ആവശ്യം പല നേതാക്കളും KPCC അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട്. ആ യോഗം ഇന്നുണ്ടാകും. ആ യോഗത്തിന് ശേഷമാകും അന്തിമ തീരുമാനം. എന്തായാലും രാഹുലിനെതിരെ ഇതുവരെ വന്നതിൽ ഏറ്റവും ശക്തമായ പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. CPM നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണത്തിലും കടുത്ത ഭാഷയിലുള്ള വിമർശനം കെ മുരളീധരൻ നടത്തുന്നു. കോൺഗ്രസിന് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുന്നു. രാഹുലിനെതിരെ ആദ്യം പാർട്ടി നടപടിയെടുത്തപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ആയ ഒരു കംപ്ലൈന്റ് പാർട്ടിക്ക് മുന്നിലോ പോലീസിന് മുന്നിലോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. പരാതി ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അന്വേഷണം നടക്കുന്നു. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു MLA ഒളിവിൽ കഴിയുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ ഒരു ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനാകില്ല എന്നുള്ളത് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. KPCC അധ്യക്ഷനെയും ഈ ഒരു നിലപാട് കെ മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ മുരളീധരൻ പറഞ്ഞ നിലപാട് ഇതാണെങ്കിൽ കെ മുരളീധരൻ യോഗത്തിൽ ഇതിലും കടുത്ത നിലപാട് പറയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തേക്ക് രാഹുലിന് അതിനുള്ള കളം ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ പാർട്ടി കൂടി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥ വരുന്നു. പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥികളായി താഴെത്തട്ടിൽ വീട് കയറി ഇറങ്ങുന്ന ആളുകൾ ഇതിന് മറുപടി പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. ശബരിമല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ടായിരുന്ന, രാഷ്ട്രീയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും രാഹുലിന്റെ വിഷയം വന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയുമാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളതാണ് പൊതുവികാരം. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ നടപടി ഉണ്ടാകും. യോഗശേഷമാകും നടപടി ഉണ്ടാകുക. അതൊരു പക്ഷേ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അമൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന്റെ വളർച്ച, ആ നേതാവ് എത്രത്തോളം ജനശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ മുൻനിരയിലേക്ക് വന്നിരുന്നു? മറ്റു പലരും അർഹിക്കുന്ന പല സ്ഥാനങ്ങളെക്കാൾ മുകളിൽ എത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ സ്വയം വരുത്തി വെച്ച ഒരു വിന, സ്വയം ഉണ്ടാക്കിയ ഒരു കുഴിയിൽ ചാടുക എന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ KSUവിൽ തുടങ്ങി, KSUവിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ യൂണിറ്റ് കമ്മിറ്റിയിൽ തുടങ്ങി പടിപടിയായി വളർന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായതാണ്. NSUവിൻ്റെ ഭാരവാഹിയായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള പദവികൾ വഹിച്ച ഒരാളാണ്. അങ്ങനെ രാഹുൽ വളർന്നു വരുമ്പോൾ രാഹുലിനൊപ്പം ഓടിയ നേതാക്കളിലും അതിവേഗത്തിൽ വളരാൻ രാഹുലിന് കഴിഞ്ഞു. അത് രാഹുലിൻ്റെ പൊളിറ്റിക്കൽ ഗ്രോത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഒരുപിടി നേതാക്കളൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല, രാഹുൽ ഈ ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ പങ്കെടുക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനം ഈ പാനലിലുള്ള മറ്റാളുകൾക്കെതിരെ ഉന്നയിച്ച് അവരെ നിശബ്ദരാക്കുന്ന അത്രയ്ക്ക് മികച്ച ഒരു പ്രാസംഗികനായ ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന് ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു എവിടെ ചെന്നിറങ്ങിയാലും കുറച്ച് ആളുകളെ, പാർട്ടി പ്രവർത്തകരെ ഒപ്പം കൂട്ടാൻ കഴിയുന്ന ഒരു നേതാവായി വേഗത്തിൽ വളരാൻ കഴിഞ്ഞ രാഹുലാണ്. രാഹുലിന് ഇതേപോലെ രാഹുലിൻ്റെ രാഷ്ട്രീയ വളർച്ച ഇതുപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ, പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ കൈകാര്യം ചെയ്യാൻ പരുവത്തിനുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയിലേക്ക് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുന്നതും രാഹുലിൻ്റെ ഉയർച്ച എങ്ങനെയായിരുന്നോ അതുപോലെ ഒരു തകർച്ചയും ഉണ്ടാകുന്നത്. അതിപ്പോൾ അങ്ങ് പടുകുഴിയിലേക്ക് വീണിരിക്കുന്ന അവസ്ഥയാണ്. തകർച്ചയും നമ്മൾ പൊതുജനങ്ങൾ വീക്ഷിക്കുകയാണ്. വരുത്തിവെച്ച വിനയുടെ പ്രതിഫലം അതെന്താണ് എന്ന് ഈ ഓൺലൈൻ യോഗത്തിന് ശേഷം അറിയാൻ കഴിയുമെന്ന് കരുതുന്നു. അമൽ തേനമ്പറമ്പിലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.